പാനിൽ കുറച്ച് എണ്ണ സ്പ്രേ ചെയ്തിട്ട് വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. കാരണം കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി. ചിക്കൻ പീസ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കണം. നമുക്കിത് എയർ ഫ്രൈ ചെയ്യാം. എയർ ഫ്രയറിനകത്തേക്ക് ഇങ്ങനെ നിരത്തി ഇടണം. എന്നിട്ട് നമുക്കിത് അകത്തേക്ക് ഇടാം. നമുക്കിത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്നത് ഒരു 180 ഡിഗ്രി ഒരു 12 മിനിറ്റ്സ് വെച്ചിട്ട് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മളൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് ആവിയിൽ വഴറ്റിയെടുക്കുന്ന പോലെ. കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടാം. ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. തിരിച്ചിട്ടിട്ട് വീണ്ടും നമുക്കിതിനകത്തേക്ക് വെക്കാം. ഇനി വീണ്ടും നമുക്ക് 180-ൽ ഒരു 12 മിനിറ്റ്സ് വെക്കാം. തുറന്നു കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവം വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു അടച്ചും ചെയ്യണം. ഇപ്പോൾ എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഞാൻ വീണ്ടും ഒരു 12 മിനിറ്റ്സ് 180-ൽ വെച്ചു. അത് നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി ക്രിസ്പ് ആവണമെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മൾ ഈ ചിക്കൻ പീസസ് ഈ സവാളയും ക്യാപ്സിക്കം മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സോയാ സോസും കൂടി വേണമെങ്കിൽ ഒഴിക്കാം. ഒത്തിരി ഒഴിക്കേണ്ട. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിക്കാം. നമുക്ക് കുറച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എയർ ഫ്രൈ ചെയ്ത് ചില്ലി ചിക്കൻ റെഡി.